ഹലോ നമസ്കാരം. അപ്പോൾ ഇത് അഫ്ലുവിൻ്റെ സ്കൂളിൻ്റെ ഗ്രൗണ്ടാട്ടോ. ഞാൻ വരുന്ന വഴിക്ക് നോക്കിയപ്പോൾ അവൻ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവനെയും കൂട്ടി വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. വിളിച്ച ഉടനെ സൈക്കിളിൽ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്നും അവൻ ആ റോട്ടിൽ വന്ന് സൈക്കിളുമായിട്ട് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഭയങ്കര വിഷമമാകും കേട്ടോ. എന്തോ ഒരു സങ്കടം തോന്നും എനിക്ക്. ഞാൻ ബസ്സിൽ വരുന്നതേ ഇങ്ങനെ നോക്കും. അവൻ അവിടെ നിൽപ്പുണ്ടെന്ന് കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷമാണ്. പിന്നെ വീടെത്തുന്നോടം വരെ ചോദിച്ചിട്ട് ഇനി ഞാൻ കളിക്കാൻ പൊക്കോട്ടെ എന്ന്. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. ഇനി മഴയും വരും സന്ധ്യ ആവുമെന്നും പറഞ്ഞ് ഞാൻ വിളിച്ചുകൊണ്ട് പോയി. പിന്നെ അവൻ നേരത്തെ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് വേഗം കുറച്ചെടുത്ത് വറുത്തു. അവന് വറുത്ത ചിക്കൻ കഴിക്കാനാട്ടോ കുറച്ചുകൂടി ഇഷ്ടം കറി വെച്ചതിനെ കഴിഞ്ഞും. പിന്നെ ഞാൻ ആ വറുത്ത എണ്ണയിലോട്ട് തന്നെ കുറച്ച് സവാളയും ഇഞ്ചിയും പച്ചമുളകും കൂടെ വഴറ്റി മസാലയൊക്കെ ഇട്ട് മൂപ്പിച്ചിട്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് അതങ്ങ് മൂടി വെച്ചു. കുക്കറിലൊന്നും വെക്കാൻ നിന്നില്ല. അടുപ്പത്തിരുന്ന് പയ്യെ ഇരുന്ന് വെന്തോട്ടേന്ന് വിചാരിച്ചു. കാരണം സമയം ഉണ്ടായിരുന്നു. ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞേക്കണേ. അവന് ഏറ്റവും ഇഷ്ടം ചപ്പാത്തി കേട്ടോ. അപ്പോൾ ഞാൻ കറിയുടെ കൂടെ ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് പറഞ്ഞേക്കണേ. പിന്നെ ഞാനങ്ങ് ചായയും കൂടി തിളപ്പിക്കാൻ വെച്ചു കേട്ടോ. ചായ ചപ്പാത്തിയൊക്കെ ആകണോടും വരെ നിന്നിട്ടുണ്ടെങ്കിൽ ചായ കുടിക്കാൻ ഒത്തിരി താമസിക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ ഓർത്തു ചായ കുടിച്ചുകൊണ്ട് ഇനി ബാക്കി പണികളൊക്കെ ചെയ്യാമെന്ന് ഓർത്തു. പുറത്ത് നല്ല അടിപൊളി മഴ കേട്ടോ. ഭയങ്കര കാറ്റും മഴയും നല്ല തകർത്ത് പെയ്യുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പിന്നെ പോക്കും വരവും തുടങ്ങി കേട്ടോ. കറണ്ട് പോകും, കുറച്ച് സമയം കഴിയുമ്പോൾ വരും, അങ്ങനെ തന്നെ നിൽക്കുവാണ്. അപ്പോൾ ആ ഇരുട്ടത്ത് എങ്ങനെ ഇനി ചപ്പാത്തി ഉണ്ടാക്കും എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നിന്ന്. എന്നാലും ഞാൻ എങ്ങനെയെങ്കിലും വരുമ്പോൾ ഉണ്ടാക്കാമെന്ന് ഓർത്തുകൊണ്ടിരുന്നപ്പോൾ അവൻ പറഞ്ഞു വേണ്ട പാക്കറ്റ് ചപ്പാത്തി മതി, ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞ് പിന്നെ കോട്ടൊക്കെ ഇട്ട് ആ മഴയത്ത് പോയി ചപ്പാത്തി വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ അവൻ. അപ്പോഴത്തേനും കറിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ചപ്പാത്തി വേഗം ചുട്ടെടുത്തു. അപ്പോഴത്തേക്കും ഞങ്ങളുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ എനിക്കല്ലെങ്കിലും ചായ കഴിക്കുന്നതിൻ്റെ കൂടെ കുടിക്കുന്നതിലും ഇഷ്ടം ചായ തന്നെ കുടിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ചായ കുറച്ചും കൂടെ ആസ്വദിച്ച് കുടിക്കാമല്ലോ. പിന്നെ വേഗം ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തു. എനിക്ക് പാക്കറ്റ് ചപ്പാത്തിയോട് അത്ര താല്പര്യമൊന്നുമില്ല കേട്ടോ. എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തി കഴിക്കുന്നത് തന്നെ ഇഷ്ടം. അജിത്തും എന്നോട് എപ്പോഴും പറയും പാക്കറ്റ് ചപ്പാത്തി വാങ്ങിക്കണ്ട, അത്ര ഹെൽത്തി അല്ല, വല്ലപ്പോഴും ഒരിക്കലൊക്കെ ഒരു എളുപ്പത്തിന് വേണ്ടി വാങ്ങിച്ചാൽ മതിയെന്ന് പറയും. അവന് കൂടുതലും ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചപ്പാത്തിയോടാട്ടോ അവന് താല്പര്യം. കാര്യം ഞാൻ ഉണ്ടാക്കുന്ന ആദ്യമൊക്കെ ഹാർഡായിരുന്നില്ല, ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ സോഫ്റ്റ് ചപ്പാത്തിയൊക്കെയാണ്. പക്ഷെ അവന് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചപ്പാത്തി മതി എന്നവൻ പറയും. ഞാൻ എന്നിട്ട് ഈ പത്തിരി പ്രസ്സിൽ വെച്ചായിരുന്നു ആദ്യം ചപ്പാത്തി ഉണ്ടാക്കണേ. അപ്പോൾ അവന് വലിയ ചപ്പാത്തി വേണമെന്ന് പറഞ്ഞ് ഇപ്പം ഞാൻ പരത്തി തന്നെ ഉണ്ടാക്കും. എന്നാലും അവനിത് പറയും. പക്ഷെ വല്ലപ്പോഴും ഇങ്ങനെയുള്ള അത്യാവശ്യമുള്ള സമയത്ത് സമയമില്ലാത്തപ്പോഴൊക്കെ കേട്ടോ വാങ്ങിക്കാറുള്ളൂ. അല്ലാണ്ട് സ്ഥിരമായിട്ട് നമ്മളങ്ങനെ ഇത് വാങ്ങിക്കാറില്ല. പിന്നെ ഞാനും അവനും കൂടെ നല്ല ചൂട് ചിക്കൻ കറിയും ചപ്പാത്തിയും കൂടി എടുത്ത് വെച്ചിരുന്ന് കഴിച്ചു, മഴയൊക്കെ ആസ്വദിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ